വെള്ളമൂടിയുള്ള റോഡ്, താഴെ തകരുന്ന പാലവും. പാലക്കാട് ഒറ്റപ്പാലം മായന്നൂർ സംസ്ഥാന പാതയുടെ പാറമേൽപ്പടി സെന്ററിന്റെയും തളി ക്ഷേത്രത്തിന്റെയും ഇടയ്ക്കുള്ള കുഴിയൻ തോടിന് മേലെയുള്ള പാലത്തിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത തുറന്നുകാട്ടുകയാണ് കർഷകർ. പുറമെ ഭംഗിയുള്ള പാലമാണെങ്കിലും പാലത്തിന് ബലക്ഷയമുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഒറ്റപ്പാലം മായന്നൂർ സംസ്ഥാന പാതയിൽ പാറമേൽപ്പടി സെന്ററിനും തളി ക്ഷേത്രത്തിനും ഇടയ്ക്കുള്ള കുഴിയൻ തോടിന്റെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ നിജസ്ഥിതി തുറന്നുകാട്ടുകയാണ് കർഷകർ. മുൻവർഷങ്ങളിൽ മഴ കനക്കുമ്പോൾ വെള്ളം കയറി റോഡ് ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവായിരുന്നു. പിന്നീട് റോഡ് മണ്ണിട്ട് നികത്തുകയും ഇരുവശങ്ങളും കെട്ടിപ്പൊക്കി സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തു. എന്നാൽ നവീകരണം നടത്തി വീതി കൂട്ടിയ തോട്ടുപാലത്തിന്റെ അടിഭാഗം ഇടിഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായി. പുനർനിർമ്മാണം കഴിഞ്ഞ് റബ്ബറൈസ്ഡ് പൂർത്തിയാക്കിയ വീതി കൂടിയ റോഡ് കാണുമ്പോൾ വളരെ ഭംഗിയുള്ളതായാണ് തോന്നുക. എന്നാൽ ഈ ഭാഗത്തെ റോഡിന് താഴെ പാലം തകർച്ചയിലാണെന്ന് ആരും കാണുന്നില്ല. ഈ പാലത്തിന് താഴെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർ മാത്രമാണ് പാലത്തിന്റെ ബലക്ഷയം കാണുന്നത്. പാലത്തിന്റെ പഴയ ഭാഗത്ത് സുരക്ഷയ്ക്കായി ബീമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഭാഗമെല്ലാം പൂർണ്ണ സുരക്ഷിതത്തിലുമാണ്. എന്നാൽ റോഡ് വീതി കൂട്ടി നവീകരണം നടത്തിയപ്പോൾ പുതിയ ഭാഗത്ത് ബീമുകൾ നിർമ്മിക്കാതെ നിർമ്മാണം പൂർത്തിയാക്കി. കൂടാതെ പാലം നിർമ്മാണത്തിലെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ ദ്രവിച്ച നിലയിലുമാണ്. ഈ റോഡിന്റെ മുകളിൽ 10 അടിക്ക് വരെ കഴിഞ്ഞ വർഷം വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം മൂടി പുറവെള്ളം അല്ലെങ്കിൽ അതിവെള്ളം വന്ന് മൂടുമ്പോൾ ഈ പാലത്തിൻ്റെ ഈ കേടുവന്ന അടിവശം വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലതാണ് സത്യം. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കുറച്ച് കൃഷിക്കാർ ഇവിടെ സ്ഥിരമായിട്ട് സമ്പർക്കമുള്ളത് കൊണ്ട് ഞങ്ങൾക്കിതറിയാം. അതിന് പല സമയത്തും അവരുടെ ബന്ധപ്പെട്ടവരെ ഉണർത്തിച്ചിട്ടുണ്ട്. പക്ഷെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കരിങ്കല്ല് കൊണ്ട് കെട്ടിയുയർത്തിയ റോഡിന്റെ അരികെല്ലാം കാടുപിടിച്ചു കിടക്കുന്നതിനാൽ മറ്റു പ്രദേശങ്ങളിലെ തകർച്ച അറിയാനും സാധിക്കുന്നില്ല. പാലത്തിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ചിത്രങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും പ്രതികരിക്കുവാനോ പ്രദേശത്തെത്തി പാലം പരിശോധിക്കാനോ അധികൃതർ ശ്രമിച്ചില്ലെന്നും ആരോപണമുയരുന്നു. 30 ടൺ ഭാരമുള്ള ടോറസ് ലോറികൾ വരെ ഈ പാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പാലത്തിന്റെ ബലക്ഷയം പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർക്കഥയാകുമ്പോൾ ബന്ധപ്പെട്ട അധികൃതർ അലംഭാവം തുടർന്ന് നോക്കുകുത്തികളാകുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.